ഓക്കെ, പിന്നെ നമുക്ക് വേറൊരു മെത്തേഡും കൂടെ ഒന്ന് പറയുവാണ്. ദാറ്റ് ഈസ് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയറിങ് ഓപ്പറേഷൻസ്, MRO എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ ആക്ച്വലി നമ്മളിപ്പോൾ അതിനൊരു ഇൻവെൻട്രി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇൻവെൻട്രി ആയിട്ട് ശരിക്കും ബുക്സ് ഓഫ് അക്കൗണ്ട്സിലും നമ്മൾ അതിനെ കണക്കാക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടിയും നമുക്കത് ഇല്ലാണ്ട് മുന്നോട്ട് പോകാനും പറ്റില്ല. ഇപ്പോൾ ഈ ഒരു കാറ്റഗറി അഥവാ MRO എന്ന് പറയുന്നത് മിക്ക കമ്പനികളും ആക്ച്വലി ഫോക്കസ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തൊരു മേഖലയാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് വൺസ് എന്തെങ്കിലും ഒരു തടസ്സമോ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ എന്തെങ്കിലും ഒരു ഇഷ്യൂ ബാധിച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ സ്റ്റോപ്പേജ് ആയി തീർന്നാലൊക്കെ നമുക്ക് അതിനെ അഗെയിൻ ബാക്ക് ടു ദ നോർമൽ ആക്കാൻ വേണ്ടി സഹായിക്കുന്ന പല ചെറിയ ചെറിയ ഐറ്റംസ് അഥവാ പല ചെറിയ ചെറിയ ടൂൾസ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. അങ്ങനത്തേനെയാണ് ആക്ച്വലി നമ്മൾ MRO ഇൻവെൻട്രി എന്ന് പറയുന്നത്, മെയിൻ്റനൻസ് റിപ്പയർ ആൻഡ് ഓപ്പറേഷൻസ് എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ വണ്ടിയുടെ ടയർ അല്ലേ, അല്ലെങ്കിൽ ഫാനിൽ എന്തെങ്കിലും ഒരു റണ്ണിങ് അല്ലെങ്കിൽ അതിനൊരു ഇഷ്യൂ വന്നു, അല്ലെങ്കിൽ ഭയങ്കര സൗണ്ടായിട്ടാണ് അതിങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനീഷ്യലി അത് ഫസ്റ്റ് ഇൻസ്റ്റൻസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, അതിനൊരു ലൂബ്രിക്കൻസ് കൊടുക്കാമെന്നല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സൗണ്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ ബാധിക്കാതിരിക്കാൻ ആ ഒരു സൗണ്ട് മാറ്റാനൊക്കെ ആയിട്ട് നമ്മൾ മേ ബി ഒരു ലൂബ്രിക്കൻസ് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ സ്മൂത്ത് ഫംഗ്ഷന് വേണ്ടി. സിമിലർ എന്തെങ്കിലും ടൈറ്റാണ് നമ്മുടെ ഇപ്പോൾ സ്വിങ് മെഷീൻസ് ഉണ്ടല്ലേ വീടുകളിലൊക്കെ, അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ടൈറ്റ്നസ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഗെയിൻ ദിസ് ലൂബ്രിക്കൻ്റ് അല്ലെങ്കിൽ ആ ഒരു എണ്ണ പോലത്തെ സാധനം ഒഴിച്ചു കൊടുക്കും അതിൻ്റെ സ്മൂത്ത് ഫംഗ്ഷന് വേണ്ടിയിട്ട്. സിമിലർലി നമ്മുടെ ഹോൾ പ്രോസസ്സിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അസൈഡായിട്ട് അഥവാ കരുതലായിട്ട് വെക്കുന്ന ചില ടൂൾസ് ആൻഡ് കുറച്ച് കമോഡിറ്റീസ് ആണ് ഈ MRO എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് നമ്മുടെ ഹാൻഡ് ഗ്ലൗസ് പറയാം അല്ലേ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കൈ പൊള്ളും അല്ലെങ്കിൽ കൈ ഈ നെക്ഡായിട്ടുള്ള ഐസ് വെച്ച് തൊട്ട് കഴിഞ്ഞാൽ ആ ഒരു പദാർത്ഥം അല്ലെങ്കിൽ ആ ഒരു കമോഡിറ്റി ചീത്തയാവൂന്ന് കാണുവാണെങ്കിൽ അല്ലേ നമ്മൾ ഹാൻഡ് ഗ്ലൗസ് ധരിക്കും. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ സർജൻസൊക്കെ എന്തായാലും ഹാൻഡ് ഗ്ലൗസ് ധരിക്കാതെ അവരൊരു പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ സർജറിയോ ചെയ്യുന്നില്ല. സിമിലർലി നമ്മളുടെ മാസ്ക്, ഈവൻ PPE കിറ്റൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള ഗുഡ്സ് സ്റ്റോർ ചെയ്യുന്ന മേഖലകളിലും അതേപോലെ വൈറസ് ബാധിച്ചിട്ടൊക്കെ ഉള്ള ഒരു ഏരിയാസൊക്കെ ആണെങ്കിൽ നമ്മൾ PPE കിറ്റ്, ഈവൻ ഫയറിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ് എന്താ ഫുൾ ആ ഒരു സ്യൂട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും ഇറങ്ങുക. അതേപോലെ ഹെൽമെറ്റ്, മസ്ക്, അതേപോലെ നമ്മുടെ നട്ട് ബോൾട്ടൊക്കെ അല്ലേ, ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്ക്രൂ ഒക്കെ ലൂസായി അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോയെങ്കിൽ അഗെയിൻ നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആ ഒരു ഫുൾ പ്രോസസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനോ ഒപ്പം തന്നെ റിപ്പയർ ചെയ്യാനോ ആണ് ആക്ച്വലി MRO നോക്കുന്നത്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മിക്ക കമ്പനികളും ഇത് ആക്ച്വലി ഇഷ്ടപ്പെടുന്നില്ല, കാര്യം അവർക്ക് ആർക്കും അവരുടെ പ്രോസസ്സ് തടസ്സപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ. അതുകൊണ്ട് തന്നെ MRO എപ്പോഴും വലിയ രീതിയിലൊന്നും നമ്മൾ സ്റ്റോക്ക് ചെയ്യില്ല, ബട്ട് ഒരു മിനിമൽ ഒപ്റ്റിമം ക്വാണ്ടിറ്റിയിൽ മാത്രം തന്നെ നമ്മൾ എന്താ പറയുക മാറ്റി വെക്കും. ഒരു മിനിമം രീതിയിലാണ് അതിനെ നമ്മൾ ആക്ച്വലി അസൈഡായിട്ട് കീപ്പ് ചെയ്യുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ അതെടുത്തിട്ടായിരിക്കും നമ്മൾ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് MRO എന്ന് പറയുന്നത്. ഇനി വേറൊരു നമ്മുടെ മോഡേൺ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്സിലെ 2 കാര്യങ്ങളും കൂടിയാണ് പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് JIT എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻ ടൈം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫുൾ ഫോംസ് ഒക്കെ ഒന്ന് ഓർക്കുക. ദാറ്റ് ഈസ് MRO എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓപ്പറേഷൻസ്, അതേപോലെ JIT ജസ്റ്റ് ഇൻ ടൈം. നമ്മൾ ഈ റോൾസ് റോയ്സ് കാർ കമ്പനിയുടെ ആ ഒരു പ്രോസസ്സിംഗ് ഒക്കെ മേ ബി ഫെമിലിയർ ആയിരിക്കും അല്ലെ, കേട്ടിട്ടുണ്ടാവും. ദാറ്റ് ഈസ് വൺസ് ഒരു കസ്റ്റമർ ഓർഡർ കൊടുത്തതിന് ശേഷമാണ് അവർ ദ ഇനീഷ്യൽ പ്രോസസ്സിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് 5 ലെവൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഉണ്ടെന്ന് കരുതിക്കോ. ദാറ്റ് ഈസ് ടു ബിഗിൻ വിത്ത് സപ്ലയേഴ്സ് റോ മെറ്റീരിയൽസ് കൊടുത്താലാണ് മാനുഫാക്ചറർ അഥവാ പ്രൊഡ്യൂസർക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹം അത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൊണ്ടുപോകുന്നത് മേ ബി ഒരു ഹോൾസെയിലർ ആയിരിക്കാം. ഈ ഹോൾസെയിലറുടെ കയ്യിൽ നിന്നാണ് അല്ലെങ്കിൽ അവരിൽ നിന്നാണ് റീറ്റെയിലേഴ്സ് അഥവാ ഇൻഡിവിജ്വൽ ഷോപ്സോ സ്റ്റോഴ്സ് ഇത് വാങ്ങുന്നത് അല്ലേ. സിമിലർലി ഈ റീറ്റെയിലറിൽ നിന്നായിരിക്കാം കസ്റ്റമറും വാങ്ങുക. അപ്പോൾ നമ്മൾ ഒരു എല്ലാ രീതിയും എടുത്ത് അനലൈസ് ചെയ്ത് നോക്കിയാൽ ഒരു 5 ലെവൽസ് ഉണ്ടാകാം. മേ ബി ചിലപ്പോൾ നമുക്ക് സപ്ലയറിൽ നിന്നോ അഥവാ മാനുഫാക്ചറിൽ നിന്നൊക്കെ ഡയറക്റ്റ് ഡീൽ ചെയ്യുന്ന കസ്റ്റമേഴ്സും ഉണ്ടാവാം. എന്നാലും എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു 5 എണ്ണം ഫോർ ദ ടൈം ബീങ് നമുക്ക് കൺസേൺ ചെയ്യാം അല്ലേ. അപ്പോൾ ഈ 5 ലെവലിലും ആക്ച്വലി റിവേഴ്സ് ഓർഡറാണ് JITയിൽ സംഭവിക്കുന്നത്. മേ ബി കസ്റ്റമർ ആണെങ്കിൽ എന്ത് ചെയ്യും, ഓർഡർ കൊടുത്തതിന് ശേഷമാണ് ബാക്കി പ്രോസസ്സിങ് തന്നെ അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കമ്പയർഡ് ടു വേറെ നമ്മുടെ കോമ്പീറ്റർ ആയിട്ടുള്ള BMW, Audi, Mercedes Benz ഒക്കെ വെച്ച് നോക്കുമ്പോൾ റോൾസ് റോയ്സിന് ഇത്രയും ടൈം എടുക്കുന്നത്. ഓക്കെ, ടൈം ഇൻ ദ സെൻസ് പ്രൊഡക്ഷൻ ആ ഒരു ഇത് കൊടുക്കുന്നത്.
ഇതിലെ വേറൊരു ഉദ്ദേശവും കൂടിയുണ്ട്. വേറെ ഒന്നുമല്ല, നമുക്ക് ഓവർ സ്പെൻഡിങ് അല്ലേ, എന്താ പറയുക, ഒത്തിരി സ്പെൻഡ് ചെയ്യുക, വെദർ ടൈം ആയാലും മണി ആയാലും ലേബർ ആണെങ്കിലും ഒരു പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി എല്ലാം കുറേ അങ്ങ് സ്പെൻഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് പറ്റും, ഓവർ പ്രൊഡക്ഷനിലോട്ട് അത് ലീഡ് ചെയ്യും. അതിലൂടെ തന്നെ നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ്, ടൈം, മണി ലോസ് എല്ലാം വരും അല്ലേ. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ JITയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ JIT പറയുന്ന പ്രകാരം എന്താ, നമ്മൾ അഗെയിൻ റിവേഴ്സ് ഓർഡർ ആണ്. ഈ പിസ്സ ഹട്ടിലല്ലേ, അവിടെയാണ് ആക്ച്വലി നമുക്ക് ബേസിക് ഒരു ലൈവ് എക്സാമ്പിൾ വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. കസ്റ്റമർ ഓർഡർ കൊടുത്തതിന് ശേഷമാണല്ലേ എപ്പോഴും പലപ്പോഴും നമ്മുടെ പിസ്സാസ് ബേക്ക് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ബാക്കി നമ്മുടെ ഈ പറയുന്ന റോ മെറ്റീരിയൽസൊക്കെ അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവാം. പക്ഷെ പിന്നീട് ഓർഡർ കൊടുത്തതിന് ശേഷമാണ് ഇതെല്ലാം സ്പ്രിങ്കിൾ ചെയ്ത് ആ ഒരു ചീസല്ലേ, ലൈക്ക് ആ ഒരു കേക്ക് പാൻ കേക്ക് പോലത്തെ സംഭവത്തിന് നമ്മൾ ആ ട്രെയിലോട്ട് വെച്ച് ഇത്ര മിനിറ്റ് ബേക്ക് ചെയ്ത് കിട്ടുന്നത്. അതാണ് ആ ഒരു ടൈം ഡിലേയും നമ്മൾക്ക് ഈ പലപ്പോഴും റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ ഫീൽ ചെയ്യുന്നത്. നമ്മളുടെ ഇഷ്ടത്തിനായിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു പ്രിഫറൻസ് ഉണ്ട് അവിടെ. ദാറ്റ് ഈസ് JIT. അപ്പം അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് ഞാൻ പറഞ്ഞു, എന്താ, നമുക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള എന്താ ഒപ്റ്റിമൽ എന്താ പറയുക പ്രൊഡക്ഷൻ മാത്രമാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഓവർ സ്പെൻഡിങ് ആൻഡ് വേസ്റ്റ് ഒന്നും വരുന്നില്ല. ഓക്കെ, ഇതേപോലെ തന്നെയാണ് കാൻബാൻ എന്ന് പറഞ്ഞൊരു ജപ്പാനീസ് ഒരു ഇൻവെൻറ്ററി മാനേജ്മെൻറ്റും കൂടി ഉണ്ട്. അതേപോലെ കൈസൻ എന്ന് പറഞ്ഞാൽ വേറൊരു മാനേജ്മെൻറ്റ് ഉണ്ട്. കാൻബാൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഓരോ ലോട്ട് സൈസ് എന്താ, നമ്മൾ ഈ നോട്ട് പാഡ് ഒട്ടിച്ച് വെക്കും അല്ലേ വീടുകളിലൊക്കെ, വാട്ട് ടു ഡു നെക്സ്റ്റ് അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് എന്നുള്ള രീതിയിൽ. സിമിലർലി ചെയ്യേണ്ടത് അല്ലെങ്കിൽ അസൈൻ ചെയ്തിട്ടുള്ള ടാസ്കിനെ നമ്മൾ നോട്ട് ചെയ്ത് ഓരോ നമുക്ക് കാണാവുന്ന രീതിയിൽ വിസിബിലിറ്റി ആയിട്ട്, അപ്പോൾ നമ്മൾ എന്താ കണ്ടത് ആ ഒരു ഓർഡറിൽ ചെയ്യാൻ ശ്രമിക്കും. അതാണ് കാൻബാൻ എന്ന് പറയുന്നത്. കൈസനും അതിൻ്റെ ഇതേപോലെ ഒരു ഇൻവെൻറ്ററി മാനേജ്മെൻ്റ് ആണ്. അവിടെ ഈ പറഞ്ഞ പോലെ ഓവർ പ്രൊഡക്ഷൻ ഒന്നും ഇല്ലാണ്ട് കറക്റ്റ് രീതിയിൽ നമ്മുടെ പ്രൊഡക്ഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്ന കാൻബാൻ ആൻഡ് കൈസൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ.